എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എനിക്ക് ജോലിയുള്ളൊരു ദിവസമാണ്. അപ്പം ഞാൻ ഉച്ച തൊട്ട് രാത്രി ജോലിക്ക് പോകുന്നിടം വരെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് വീഡിയോ എടുത്തത്. നല്ല റെസിപ്പീസും ടിപ്സും അതുപോലെ ഒരു കാര്യം പറയാനും ഉണ്ട്. അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പം നമ്മുടെ ലോണ്ട്രിയിൽ തന്നെ തുടങ്ങാം. നമ്മൾ എല്ലാ ദിവസവും ഒരു സെറ്റ് ലോണ്ട്രി കഴുകാനിടാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്, രാവിലെയോ ഉച്ചയ്ക്കോ ഒക്കെ ആയിട്ട്. അപ്പം നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തുണിയൊക്കെ ഉണക്കി കിട്ടുമ്പം അത് മടക്കി വെക്കാനായിട്ട് നല്ല ഈസിയാണ്. ഒരുപാട് ലോണ്ട്രി ഒരു ദിവസം കഴുകുമ്പോഴാണ് നമുക്ക് ഒരുപാട് തുണി മടക്കാൻ ഉണ്ടാവുക. അത് ചിലപ്പോൾ മടക്കി തീരത്തുമില്ല. പിന്നെ അത് നമ്മൾ അവിടെ ഇവിടെയൊക്കെ കൂട്ടിയിടും. എനിക്ക് ഓഫായിട്ടുള്ളൊരു ദിവസമാണെങ്കിൽ നമ്മൾ സിനിമയൊക്കെ കണ്ട് പതുക്കെ തുണിയൊക്കെ മടക്കും. അതല്ലെന്നുണ്ടെങ്കിൽ വിനീതാണെങ്കിലും തുണി മടക്കി വെക്കും. അപ്പം നമുക്ക് പിന്നെ അങ്ങ് എടുത്തു വെച്ചാൽ മതിയല്ലോ. ഒരുപാടാവുമ്പോഴാണ് പിന്നെ നമുക്കിത് ബുദ്ധിമുട്ടാവുന്നത്. അപ്പോൾ ഓരോ സെറ്റ് ലോണ്ട്രി ആയിട്ട് ഓരോ ദിവസം നനയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഈസി ആയിട്ട് നമുക്കത് മാനേജ് ചെയ്ത് പോകാനായിട്ട് പറ്റും. ഇപ്പോൾ എല്ലാവർക്കും വാഷിംഗ് മെഷീനിലൊക്കെ നനയ്ക്കുന്നത് കൊണ്ട് നമുക്ക് തുണി നനയ്ക്കലല്ല, ഈ ഉണക്കലും മടക്കലും ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടാവുക. ഇവിടെ ഡ്രയർ ഉള്ളതുകൊണ്ട് ഉണക്കിയും കിട്ടും, പിന്നെ മടക്കി എടുത്ത് വെക്കുന്നതാണ് ഒരു പാട്. അപ്പം ഞാൻ നമ്മുടെ ലോണ്ട്രി റൂമിൽ 2 ബാസ്ക്കറ്റിലായിട്ട് നമ്മുടെ ഡിറ്റർജൻറ്റും സോഫ്റ്റ്നറും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കുപ്പികൾ, ഇത് ജ്യൂസിൻ്റെ കുപ്പിയാണ്, അതിനകത്താക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ഈസിയാണ്. ഇപ്പം നമ്മൾ കോസ്കോയിൽ നിന്ന് വാങ്ങിക്കുന്നതുകൊണ്ട് തന്നെ വലിയ കന്നാസിൽ കിട്ടുമ്പോൾ ഈ ഷെൽഫിൽ വെക്കാനും ബുദ്ധിമുട്ടാണ്. അതുപോലെ അത് കയ്യിലെടുത്ത് യൂസ് ചെയ്യാനും കുറച്ച് നല്ല വെയിറ്റ് ആണ്. അപ്പം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുപ്പിയിലാക്കി വെക്കുമ്പോൾ വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും, ഹാൻഡിൽ ചെയ്യാനും കുറച്ച് ഈസിയാണ്. ഒരു 3-4 കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് തീരുന്നത് അനുസരിച്ച് നമുക്ക് ഫില്ല് ചെയ്ത് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഈ 2 സാധനങ്ങൾ ഇവിടെ തൂങ്ങിക്കിടക്കുന്നത് കണ്ടത്. കോവിഡ് ടൈമിൽ ഹോസ്പിറ്റലിലായതുകൊണ്ട് തന്നെ ഫുൾ ടൈം വർക്കിൽ നമ്മൾ മാസ്ക് ഇടണമായിരുന്നു. അപ്പോൾ ചെവിയിലോട്ട് അതിൻ്റെ ആ ഒരു വള്ളി കിടക്കുമ്പോൾ വേദന എടുക്കുമല്ലോ, അതിന് ബാക്കിലിടുന്ന ഒരു സംഭവമായിരുന്നു. ഇപ്പം അതൊക്കെ കഴുകി അവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇപ്പോഴും ജോലിയിൽ പേഷ്യൻസിനോട് സംസാരിക്കാനൊക്കെ പോകുമ്പോൾ നമ്മൾ മാസ്ക് ഇടാറുണ്ട്. എന്നാലും ആ ഒരു കണ്ടിന്യൂസ് മാസ്കിങ് പരിപാടി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഊരി വെക്കുന്നതുകൊണ്ട് അത്രയും ബുദ്ധിമുട്ടില്ല. അന്നെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് മാസ്ക് ഇട്ടിട്ട് ചെവിക്കൊക്കെ വേദന എടുക്കുമായിരുന്നു. അപ്പോൾ ഈ ഒരു സാധനം ഒക്കെ നമ്മുടെ ഹോസ്പിറ്റലിൽ കിട്ടുന്നത് അതിൻ്റെ ആ ഒരു ബട്ടണിലോട്ട് നമ്മളൊന്ന് കൊളുത്തി വെച്ചാൽ മതി. അപ്പം നമുക്ക് ചെവിക്ക് അത്രയും സ്ട്രെസ് ഇല്ലായിരുന്നു. അപ്പം ഞാൻ ഇന്നലെ വൈകുന്നേരം നമ്മുടെ കിച്ചൺ ക്ലോത്ത്സും അതുപോലെ കിച്ചണിൽ നമ്മുടെ പാത്രം കഴുകി ഉണക്കാൻ വെക്കുന്ന മാറ്റും കൂടി കഴുകാനിട്ടിട്ട് രാവിലെ അത് ഉണക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഉണങ്ങി റെഡിയായിട്ട് വന്നപ്പം എടുത്തുകൊണ്ട് വന്നതാണ്. ഇനി ഇതിനെയും നമ്മളൊന്ന് മടക്കി വെക്കണം. അപ്പം ഞാൻ നമ്മുടെ കിച്ചൺ ക്ലോത്ത്സ് ഓരോ തുണിയായിട്ട് കഴുകാൻ പോയിട്ടുണ്ടെങ്കിൽ കൈവച്ച് കഴുകണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു കുറച്ച് തുണി ആവുന്നേരം വരെ അങ്ങോട്ട് മാറ്റിയിട്ടിട്ട് ഒരു ലോണ്ട്രിക്കുള്ള ലോഡാവുമ്പം ഒരുമിച്ച് ഈ മാറ്റുമായിട്ട് ചേർത്തങ്ങ് കഴുകി വെക്കും. എന്നിട്ട് ഇങ്ങനെ ഒരു ബാസ്ക്കറ്റ് നമ്മുടെ പാൻട്രിയിൽ വെച്ചിട്ടുണ്ട്, അതിലോട്ട് മടക്കി വെക്കുക ചെയ്യുന്നത്. അപ്പോൾ വൃത്തിയായിട്ട് ഒതുങ്ങിയിരിക്കുകയും ചെയ്യും. നമുക്ക് തുണി തീരുന്നതനുസരിച്ചിട്ട് മനസ്സിലായി കഴുകാനും പറ്റും, എടുത്ത് യൂസ് ചെയ്യാനും നല്ല ഈസിയാണ്. അപ്പോൾ അതൊക്കെ തിരിച്ച് മടക്കി പാൻട്രിയിൽ വെച്ചു. ഇനി വൈകിട്ടത്തേക്കുള്ള കുക്കിംഗ് ആണ്. അപ്പം നിങ്ങളെല്ലാവരും ചിക്കൻ സ്റ്റൂ വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇത് നല്ല സൂപ്പർ യമ്മി റെസിപ്പിയാണ്, ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മുടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കുറച്ച് ഹോൾ സ്പൈസസ്, ഏലക്ക, ഗ്രാമ്പൂ, പട്ട, തക്കോലം, ഇത്രയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനകത്തോട്ട് ഞാൻ വെളുത്തുള്ളി ഇടാറില്ല, ഇഞ്ചി നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഇഞ്ചി ചെറുതായിട്ടൊന്ന് ചൂട് പിടിച്ച് ഒന്ന് വരുമ്പം അതിലോട്ടൊരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മൾ കിച്ചണിൽ മൾട്ടി ടാസ്ക് ചെയ്യാൻ പോകുമ്പം നമ്മുടെ മെയിൻ ടാസ്ക് കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. അപ്പം ഞാനതിനെ വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ ബെല്ലടിച്ചത്. ആമസോണിൻ്റെ പാക്കേജ് ഡെലിവറി ചെയ്തതാണ്. വിനീത് ഒരു ബുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് വെച്ചു. ഇനി കഴിഞ്ഞ ദിവസം വാങ്ങിച്ചുകൊണ്ട് വന്ന് കറിവേപ്പിലേനെ ഒന്ന് റെഡിയാക്കി ഫ്രിഡ്ജിലോട്ട് വെക്കാം. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ നോ ഫ്രിൽസിൽ നിന്നാണ് കറിവേപ്പില വാങ്ങിച്ചത്. ഇഷ്ടം പോലെ കറിവേപ്പില കിട്ടിയിട്ടുണ്ടായിരുന്നു. ചില സമയത്ത് ഈ പാക്കറ്റിനകത്ത് അതിൻ്റെ സ്റ്റെം ഒക്കെ ആയിട്ട് നമുക്ക് ഒരുപാടുണ്ടെന്ന് തോന്നും വാങ്ങിക്കുമ്പോൾ, പക്ഷേ എടുക്കുമ്പോൾ അത്ര ഉണ്ടാവില്ല, കുറേയൊക്കെ അതിൻ്റെ കമ്പും കോലും ഒക്കെ ആയിരിക്കും. അപ്പം ഞാൻ ഇതുപോലെ കറിവേപ്പിലേനെ ഒന്ന് ഇലയായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മുടെ പ്രിങ്കിൾസിൻ്റെ ബോട്ടിൽ, അത് തന്നെ കാർഡ്ബോർഡിൻ്റെ ഒരു ബോട്ടിലാണ്, അതിൻ്റെ താഴെ ഇതുപോലെ പേപ്പർ ടവൽ ഒന്ന് മടക്കി വെക്കും. എന്നിട്ട് നമ്മുടെ ഈ കറിവേപ്പില സെപ്പറേറ്റ് ചെയ്തില്ലേ ഇലയായിട്ട് അതിനകത്തോട്ട് പെറുക്കിയിടും. അപ്പോൾ ഒരുപാടുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ 2 ബോക്സിനകത്തായിട്ടാണ് ഇടുന്നത്. നമ്മൾ കുത്തി കയറ്റി ഇങ്ങനെ തിക്കി നിറച്ച് വെക്കരുത്, കുറച്ച് ലൂസായിട്ട് ഇടുക. കഴുകി വെച്ചാലും കഴുകാതെ വെച്ചാലും ഒട്ടും ഈർപ്പമില്ലാതെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിലും ഇതുപോലെ പേപ്പർ ടവൽ ഒന്ന് മടക്കി ഒന്ന് മുകളിൽ വെച്ചിട്ട് അതൊന്ന് അടച്ചു വെക്കുക. അപ്പോൾ എപ്പോഴും ചോദിക്കുന്നതാണ് ഇത് ഫ്രീസറിലാണോ ഫ്രിഡ്ജിലാണോ വെക്കുന്നതെന്ന്. ഞാൻ ഫ്രീസറിൽ വെച്ച് യൂസ് ചെയ്യാറേ ഇല്ല, ഫ്രിഡ്ജിൻ്റെ ഈ ഒരു ഡോറിൻ്റെ സൈഡിലാണ് വെക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് 1 മാസമൊക്കെ നന്നായിട്ട് ഇരുന്നോളും. ഒട്ടും ഈർപ്പം പാടില്ല, ഈർപ്പം ഉണ്ടെങ്കിൽ കറുത്തു പോകും കേട്ടോ. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ആ സമയം കൊണ്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മുടെ പൊട്ടറ്റോയും ക്യാരറ്റും ചേർത്ത് കൊടുത്തു. ക്യാരറ്റ് വേവാൻ കുറച്ച് താമസമാണെങ്കിൽ കുറച്ച് നേർത്ത പീസസ് ആയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു.
ഇനി പൊടികളായിട്ട് നമ്മൾ ഇതിനകത്ത് ആകെ ചേർക്കുന്നത് കുരുമുളക് പൊടിയും ഗരം മസാലയും മാത്രമാണ്. ഞാൻ എപ്പോഴും നമ്മുടെ ബ്രാഹ്മിൺസിൻ്റെ ഗരം മസാലയാണ് വാങ്ങിക്കാറ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം നമുക്ക് ചൂടുവെള്ളം ഒഴിക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഫിൽറ്ററിലെ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. സ്റ്റൂ കുക്കായി വന്നതിന് ശേഷം നമുക്ക് ടേസ്റ്റ് ഒക്കെ നോക്കിയിട്ട് പോരെന്നുണ്ടെങ്കിൽ ഉപ്പോ കുരുമുളക് പൊടിയോ ഗരം മസാലയൊക്കെ വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റിലും ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ബീൻസ് ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. എൻ്റെ ഫ്രീസറിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഐറ്റമാണ് ഈ ബീൻസ് എന്ന് പറയുന്നത്. ഇവിടെ എല്ലാവർക്കും ബീൻസ് തോരൻ നല്ല ഇഷ്ടമാണ്. പക്ഷെ അത് കട്ട് ചെയ്തെടുക്കുന്നതാണല്ലോ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പം നമ്മൾ കോസ്കോയിൽ നിന്നാണ് ഇത് പാക്കറ്റ് വാങ്ങിക്കുന്നത്. സമയം കിട്ടുന്ന അനുസരിച്ചിട്ട് നമ്മുടെ തോരൻ പരുവത്തിലാക്കി കട്ട് ചെയ്ത് ഫ്രീസറിൽ അങ്ങ് വെക്കും. അപ്പം ഞാൻ എന്താ വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് അതിനെ ഒന്ന് കഴുകാൻ ഇട്ടിട്ടുണ്ട്. ഇനി അത് കുറച്ച് നേരം അങ്ങനെ ഒന്ന് ഇട്ടിട്ട് പിന്നെ നമ്മുടെ നോർമൽ വാട്ടറിൽ സാധാരണ പോലെ കഴുകി എടുത്തിട്ട് അരിഞ്ഞു വെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ലോണ്ട്രി ഇട്ടതും റെഡിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അതിനെ ഒന്ന് ഉണക്കാനിടണം. അപ്പം നമ്മൾ ഈച്ച് ടൈം ഈ ഡ്രയർ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ഇങ്ങനെ ഒരു ഫിൽറ്റർ ഉണ്ട്. അതിനകത്ത് വരുന്ന ഈ ഒരു ലിൻറ്റിൻ്റെ വേസ്റ്റ് ഉണ്ടാവും. അത് നമ്മൾ ഈച്ച് ടൈം തുണി ഉണക്കാൻ ഇടുന്നതിന് മുമ്പ് ഒന്ന് മാറ്റാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് അത് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് തിരിച്ചു വെച്ചിട്ട് വാഷിംഗ് മെഷീനിൽ നിന്നുള്ള തുണിയൊക്കെ ഒന്ന് ഇട്ട് ഉണക്കാനിടാം. അപ്പോൾ അത് ഓൾറെഡി ഒന്ന് ഡ്രൈ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഡ്രയറിനകത്ത് നല്ല സൂപ്പറായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും. പിന്നെ നമ്മുടെ വാഷിംഗ് മെഷീനകത്ത് തുണിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് അപ്പം തന്നെ അടച്ചു വെക്കരുത്. കുറച്ചൊന്ന് തുറന്ന് വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. എയർ കയറുമ്പം ഒരു ബാഡ് സ്മെല്ലും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഒഴിവാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മുടെ സ്റ്റൂ ഒരു സൈഡിൽ കുക്കായി വരുന്നുണ്ടല്ലോ. അതിനകത്തോട്ട് ഞാൻ നമ്മുടെ മാഗിയുടെ കോക്കനട്ട് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ചില സമയത്ത് നമ്മുടെ ക്യാനിലെ മിൽക്ക് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ അത് ഒരു പ്രാവശ്യം തുറന്നാൽ പിന്നെ ഒരുപാട് ദിവസം നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ വെക്കാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ പ്രത്യേകിച്ച് 2 ഡിഷ് കുക്ക് ചെയ്യണം എന്നൊക്കെയുള്ള പ്ലാൻ ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ മാഗിയുടെ കോക്കനട്ട് പൗഡർ അങ്ങ് യൂസ് ചെയ്യും. അതാകുമ്പോൾ എളുപ്പവുമുണ്ട്, മിച്ചമൊന്നും വരത്തുമില്ല. ഇതിവിടെ നമ്മുടെ ഇന്ത്യൻ സ്റ്റോറിലും നമ്മുടെ മലയാളി സ്റ്റോറിലും അതുപോലെ വാൾമാർട്ടിലും സൂപ്പർ സ്റ്റോറിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. ഈസിയുമാണ്, ഭയങ്കര കൺവീനിയൻറ്റും ആണല്ലോ. നമുക്കൊരു കുപ്പിയിലൊക്കെ ആക്കി വെച്ചാൽ മതി. അപ്പം ഞാൻ വലിയ പാക്കറ്റ് നോക്കിയിട്ട് അങ്ങ് വാങ്ങിക്കും. അപ്പം നമ്മുടെ സ്റ്റൂവിനുള്ള പൊട്ടറ്റോയും ക്യാരറ്റും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് കാഷ്യൂനട്ട് വെള്ളത്തിലിട്ട് കുതിർന്നു വന്നപ്പം മിക്സിയിൽ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് ചിക്കനാണ് ആഡ് ചെയ്യാനുള്ളത്. ഉപ്പും കുരുമുളകും മാത്രം ചേർത്ത് വേവിച്ച ചിക്കനാണ്. അപ്പോൾ ഇത് വെന്ത് വരുമ്പം മിച്ചം വെള്ളം ഉണ്ടെങ്കിൽ അത് വറ്റിക്കാനൊന്നും നിൽക്കേണ്ട. ആ ഒരു ബ്രോത്തോടു കൂടി തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലുള്ള ചിക്കനോ എല്ലില്ലാത്ത ചിക്കനോ യൂസ് ചെയ്യാം. അപ്പം ഞാൻ ഇന്ന് എല്ലില്ലാത്ത ചിക്കനാണ് യൂസ് ചെയ്തത്. പക്ഷേ എനിക്ക് എല്ലുള്ളതാണ് കൂടുതലും ഇഷ്ടം. എന്നിട്ട് ഇതാണ് നമ്മുടെ ഒരു സൂപ്പർ ഇൻഗ്രീഡിയൻറ്റ്. ഇതെൻ്റെ ഫ്രണ്ട് ഷാംലിയാണ് കേട്ടോ എനിക്ക് സജസ്റ്റ് ചെയ്തത്. ഇത് നമ്മുടെ കോസ്കോയിൽ നിന്ന് വാങ്ങിച്ചതായതുകൊണ്ട് ഓൾമോസ്റ്റ് ഒരു 600 ഗ്രാമോളം വരും. പക്ഷേ നമുക്കിത് ഫ്രീസറിൽ സൂക്ഷിക്കാം. ഒരു പ്രാവശ്യം ഓപ്പൺ ചെയ്തിട്ട് ഫ്രീസറിൽ അങ്ങ് സൂക്ഷിച്ചാൽ മതി. നല്ല പേസ്റ്റ് പോലെ ഇരുന്നോളും. ഇതിൻ്റെ ബീഫിൻ്റേത്, വെജിറ്റബിളിൻ്റേത്, ചിക്കൻ്റെ ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇത് സൂപ്പർ സ്റ്റോറിലും വാൾമാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ്. പക്ഷെ ലാഭം കോസ്കോയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. പക്ഷേ ഇച്ചിരി വലിയ ബോട്ടിലാണെന്നേ ഉള്ളൂ. പക്ഷെ ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതുകൊണ്ട് കുഴപ്പമില്ല. അത് നമുക്ക് 1-2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 സ്പൂൺ ഇപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിന് തന്നെ ഒരു ഉപ്പുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് നമ്മൾ ആദ്യം ഉപ്പൊക്കെ ചേർക്കുമ്പം സൂക്ഷിച്ച് ചേർക്കുക. ഇതും കൂടി ചേർത്തിട്ട് ഉപ്പൊക്കെ ഇനഫ് ആണെന്ന് നോക്കിയിട്ട് നമുക്ക് പിന്നെ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇപ്പം ഞാൻ കലക്കി വെച്ച തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഇച്ചിരി കട്ടിയിൽ കലക്കി വെച്ച തേങ്ങാപ്പാലായിരുന്നു. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ടേസ്റ്റൊക്കെ നോക്കി പോരെന്നുണ്ടെങ്കിൽ ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യമേ ചേർത്ത് ഓവർ ആക്കണ്ട. നമുക്കിപ്പോൾ എപ്പോഴും ലാസ്റ്റിൽ ഒന്നും കൂടി ചേർക്കുമ്പോൾ ആ ഒരു ഫ്ലേവർ മുകളിൽ ഇങ്ങനെ നിൽക്കുകയും ചെയ്യും. അപ്പം നമ്മൾ അതൊക്കെ ചേർത്തു. കറക്റ്റ് എല്ലാം പരുവത്തിനായി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വറുത്ത് ചേർക്കണം. അതിന് ഞാൻ നെയ്യാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഞാൻ ബ്രാർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ നെയ്യ് വാൾമാർട്ടിൽ നിന്നാണ് യൂഷ്വലി വാങ്ങിക്കാറ്. അപ്പം നെയ്യ് നന്നായിട്ട് ചൂടായി വന്നപ്പം അതിനകത്തോട്ട് കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും കൂടി വറുത്തതൊന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് അതേ നെയ്യിലോട്ട് തന്നെ കുറച്ച് ചെറിയ ഉള്ളി വട്ടത്തിൽ കട്ട് ചെയ്തതും പിന്നെ നമ്മുടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഉള്ളിയൊക്കെ ഒന്നൊരു ഗോൾഡൻ ഷെയ്ഡിലോട്ടാവുമ്പം നമുക്കത് നമ്മുടെ സ്റ്റൂവിനകത്തോട്ട് നെയ്യും കൂടി ചേർത്ത് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് അടച്ചു വയ്ക്കാം. ഇനിയിപ്പോൾ സെർവ് ചെയ്യാൻ നേരത്തൊന്ന് ഇളക്കി അങ്ങ് സെർവ് ചെയ്താൽ മതിയേ. അപ്പോഴത്തേക്ക് നമ്മുടെ ബീൻസൊക്കെ ഞാൻ ഒന്ന് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. ഉപ്പ് വെള്ളത്തിനകത്തുനിന്ന് മാറ്റിയിട്ട് നമ്മുടെ നോർമൽ വെള്ളത്തിൽ ഒരു ഫ്യൂ ടൈംസ് കഴുകിയെടുത്ത് ഇനി നമ്മുടെ തോരൻ പരുവത്തിലാക്കി ഒരു 2 പാത്രത്തിലാക്കിയാണ് കേട്ടോ വെക്കുന്നത്. നമ്മുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ച് 2-3 പാത്രത്തിലൊക്കെ ആക്കി വെക്കാം. ഇതിനെ നമ്മുടെ ക്യാരറ്റും അതുപോലെ ഉള്ളിയൊക്കെ ഇട്ട് തോരനാക്കി എടുക്കാൻ നല്ല ഈസിയാണ്. അരിയാനാണല്ലോ എപ്പോഴും കുറച്ച് സമയം കൂടുതൽ എടുക്കുന്നത്. എന്നിട്ട് ഞാൻ അതിനെ ഫ്രീസറിലാണ് വെക്കുന്നത്. പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിൽ വെക്കുന്നതുകൊണ്ട് തന്നെ ആ കണ്ടെയ്നേഴ്സ് ഞാൻ റീയൂസ് ചെയ്യും.
നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഒരു പാത്രം ബീൻസ് ഫ്രീസറിലുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഒന്ന് മുകളിലോട്ട് വെച്ചു, പുതിയത് താഴെയാക്കി വെച്ചു. അപ്പോൾ എടുക്കുമ്പം ഈസിയാണല്ലോ. ഇനി നമുക്ക് പെട്ടെന്ന് കുറച്ച് വഴുതനങ്ങ മെഴുക്കുവരട്ടിയും കൂടി ഒന്ന് വെച്ചെടുക്കണം. അപ്പം ഞാൻ വഴുതനങ്ങയുടെ പുറമൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കട്ട് ചെയ്യുമ്പോൾ അതിനെ ഉപ്പും മഞ്ഞളും ഇട്ട് വെച്ച വെള്ളത്തിലോട്ടാണ് ഇടുന്നത്. അപ്പം അതിൻ്റെ ആ ഒരു കറ പോലെയുള്ളതൊന്ന് പോയി കിട്ടും. നമ്മുടെ പച്ച ഏത്തയ്ക്ക കട്ട് ചെയ്യുന്ന സമയത്തും വഴുതനങ്ങ കട്ട് ചെയ്യുന്ന സമയത്തും ഒക്കെ ഇങ്ങനെ മുറിച്ചിട്ട് ഉപ്പും മഞ്ഞളുള്ള വെള്ളത്തിലിടുമ്പം നല്ലതാണ്, അതിൻ്റെ കറയൊന്ന് മാറിക്കിട്ടും. ഇനി ഈസിയാണ്. ഒരു പാൻ അടുപ്പത്ത് വെച്ചു, കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തു. ഉള്ളിയും കറിവേപ്പിലയും ഇട്ടൊന്ന് വഴണ്ടു വന്നപ്പോൾ അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നപ്പോൾ നമ്മുടെ വഴുതനങ്ങ ചേർത്ത് കൊടുത്ത് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുത്താൽ മതി. വെള്ളം ഒന്നും ഒഴിക്കേണ്ട, നല്ല ആവി കയറിയാൽ തന്നെ പെട്ടെന്ന് കുക്കായി വരും. അപ്പോൾ ഇത് നന്നായിട്ട് കുക്കായി വന്നു. ഇനി ഒന്ന് നിരത്തിയിട്ടൊന്ന് മുരിഞ്ഞു വന്നാൽ മതി. അപ്പോൾ ആ സമയം കൊണ്ട് വിനീതും എത്തി, പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി തന്നു. ഇനി ഞാൻ കുളിക്കാനുള്ള പരിപാടിയാണ്. അപ്പം നന്നായിട്ട് തലയിൽ എണ്ണയൊക്കെ പുരട്ടി കഴിഞ്ഞപ്പം ഇനി കുറച്ചു നേരം കഴിഞ്ഞൊന്ന് തല കഴുകിയെടുക്കണം. അതിന് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയം കൊണ്ട് നമ്മുടെ വാഷ്റൂമും കൂടി ഒന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു. വാഷ്റൂം എപ്പോഴും ക്ലീൻ ചെയ്യുന്നത് കുളിക്കാൻ പോകുന്നതിന് മുമ്പാണ്. സിമ്പിളായിട്ടൊന്ന് ക്ലീൻ ചെയ്താലും. അപ്പോൾ ഇന്ന് ഇച്ചിരി ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ നമ്മുടെ ടോയ്ലറ്റ് ബൗളിലും അതുപോലെ നമ്മുടെ ബാത്ത് ടബിലും ഒക്കെ കുറച്ച് സൊല്യൂഷനൊക്കെ ഇട്ടൊന്ന് പതപ്പിച്ചിട്ടിട്ട് വന്നാൽ ലാസ്റ്റ് പിന്നെ അത് കഴുകി അവസാനിപ്പിക്കാമല്ലോ. നമ്മുടെ ബാത്റൂംസ് ക്ലീൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സൊല്യൂഷൻസ് നമ്മുടെ ബാത്റൂമിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് നമുക്ക് ഒന്നിൽ കൂടുതൽ ബാത്റൂംസ് ഉണ്ടെങ്കിൽ എല്ലാ ബാത്റൂംസിലും വെക്കുക എന്നുള്ളതാണ്. അത് അത്രയും സൊല്യൂഷൻസ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വാങ്ങിച്ചതിനകത്തുനിന്ന് എംറ്റി ബോട്ടിൽസിനകത്തോട്ട് ഫില്ല് ചെയ്ത് നമ്മുടെ എല്ലാ വാഷ്റൂമിലും ആക്സസബിൾ ആയിട്ട് വെക്കുക. അപ്പം നമുക്ക് ഈ പോയി എടുത്തുകൊണ്ട് വന്ന് അല്ലെ വേറൊരു ബാത്റൂമിൽ പോയി എടുത്തുകൊണ്ട് വന്ന് ക്ലീൻ ചെയ്യാനുള്ള ആ ഒരു മടി ഒഴിവാക്കാനായിട്ട് പറ്റും. മിറർ അതുപോലെ ഗ്ലാസ് ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് അത് ക്ലീൻ ചെയ്യാനുള്ള സൊല്യൂഷൻസ് കിട്ടും. അതെൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇതാ വെള്ളം, ഇത് ഞാൻ ഈ കുപ്പിയിൽ ജസ്റ്റ് വെള്ളം മാത്രമേ ഫില്ല് ചെയ്തിട്ടുള്ളൂ. അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ പേപ്പർ ടവൽ വെച്ച് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ മിറർ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും. പിന്നെ നമ്മളുടെ ഓരോരുത്തരുടെയും വാഷ്റൂം ആയാലും കിച്ചൺ ആയാലും ഒക്കെ നമുക്ക് എന്ത് സർഫസ് ആണോ ക്ലീൻ ചെയ്യാനുള്ളത് അതിന് അനുയോജ്യമായിട്ടുള്ള ലിക്വിഡ് വാങ്ങിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ നമ്മുടെ കോസ്കോയിൽ നിന്നാണ് യൂഷ്വലി വാങ്ങിക്കാറ്. ഈ സിങ്ക് ക്ലീൻ ചെയ്യാൻ, ബാത്ത് ടബ് ക്ലീൻ ചെയ്യാനൊക്കെ നമ്മൾ മിസ്റ്റർ ക്ലീൻ എന്ന് പറഞ്ഞിട്ട് നല്ല ലെമൺ സെൻ്റ് ഉള്ളൊരു സൊല്യൂഷൻ കിട്ടും, അതാണ് വാങ്ങിക്കാറ്. അതുപോലെ ഈ ഗ്രാനൈറ്റ് മാർബിളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് മേഴ്സ് എന്ന് പറയുന്ന ഒരു സൊല്യൂഷനാണ് വാങ്ങിക്കാറ്. പിന്നെ മിററും ഗ്ലാസും ഒക്കെ ക്ലീൻ ചെയ്യാനുള്ള സൊല്യൂഷൻസ് ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അല്ലെങ്കിൽ സിമ്പിളായിട്ട് വെള്ളം വെച്ചിട്ട് ക്ലീൻ ചെയ്താലും മതി. അപ്പോൾ ഈ നമ്മുടെ കൗണ്ടറിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് ജസ്റ്റ് ഇനിയും ഇതൊന്ന് സ്പ്രേ ചെയ്ത് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഏത് സൊല്യൂഷൻസ് നമ്മൾ വാങ്ങിച്ചാലും നമുക്ക് അലർജി ഉണ്ടാവാത്ത രീതിയിലുള്ള ക്ലീൻ ചെയ്യാനുള്ള സർഫസിന് യോജിക്കുന്ന രീതിയിലുള്ള സൊല്യൂഷൻസ് നോക്കി വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അത്യാവശ്യം നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു സ്മെല്ല് നമ്മുടെ വാഷ്റൂമിലൊക്കെ ഒന്ന് നിൽക്കുമല്ലോ. അതുപോലെ തന്നെ ഓരോ വാഷ്റൂമിലും നമ്മുടെ സിങ്ക് കഴുകാൻ, ടബ് കഴുകാൻ, ടോയ്ലറ്റ് ബൗൾ കഴുകാനൊക്കെയുള്ള സെപ്പറേറ്റ് ബ്രഷസ് ഈച്ച് വാഷ്റൂമിൽ വെക്കുക എന്നുള്ളതാണ്. ഇതൊന്നും നമുക്ക് എന്നും വാങ്ങിക്കേണ്ട കാര്യമല്ലല്ലോ. ഒരു പ്രാവശ്യം വാങ്ങിച്ചാൽ ഒരുപാട് നാൾ നിൽക്കും. അത് നമ്മുടെ ജോലി കുറച്ച് ഈസി ആക്കും. ഈസി ആകുമ്പോൾ നമുക്കത് ചെയ്യാനുള്ള താല്പര്യം കൂടും. എപ്പോഴും കാര്യങ്ങൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കുമ്പോഴാണ് നമ്മൾ പിന്നത്തേക്ക് മാറ്റി വെക്കാനുള്ള ചാൻസ് കൂടുന്നത്. അപ്പം നമുക്ക് ഇതുപോലുള്ള സിമ്പിൾ ടിപ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഡെയിലി ചെയ്യേണ്ട പല ജോലികളും മടിയില്ലാതെ ചെയ്യാനായിട്ട് പറ്റും. അത് കുക്കിംഗ് ആയാലും ക്ലീനിങ് ആയാലും ഒക്കെ തന്നെ. കുക്കിങ്ങിന് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് വേണ്ട ടൂൾസും വേണ്ട സൊല്യൂഷനും ഒക്കെ ഈസി ആയിട്ട് ആക്സസിബിൾ ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്നൊന്ന് ക്ലീൻ ചെയ്തിട്ടിട്ട് പോകും. അപ്പം അങ്ങനെ നമുക്ക് കാര്യങ്ങൾ സിമ്പിൾ ആകുമ്പോൾ നമ്മുടെ സന്തോഷത്തോടെ കാര്യങ്ങൾ ചെയ്തു പോകാൻ ഒരു പരിധി വരെ അത് ഹെൽപ്പ് ചെയ്യും. ഇനി നിങ്ങൾ തംബ്നെയിലിൽ കണ്ട ആ ഒരു മാറ്ററിനെ കുറിച്ച് പറയാം. ഇത് കുറച്ച് ആഴ്ചകൾ മുമ്പ് സംഭവിച്ചൊരു കാര്യമാണ്. എന്നാലും ഒരുപാട് ആളുകളുടെ ഒരു അറിവിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യണം എന്നെനിക്ക് തോന്നി. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമൊന്നും അല്ല, ഒരുപാട് സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. നമ്മൾ വളരെ കോഷ്യസ് ആയിട്ട് ഇരിക്കേണ്ട ഒരു കാര്യം ആയതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പം നമ്മുടെ വീട്ടിൽ രാത്രി വന്ന ഒരു സ്ട്രേഞ്ചറിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എനിക്ക് ജോലി ഇല്ലാത്തൊരു ദിവസമായിരുന്നു. അപ്പം നമ്മളെല്ലാവരും രാത്രി കിടന്നുറങ്ങുകയാണ്. വെളുപ്പിന് ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ടാവണം. ആ സമയത്ത് നമ്മുടെ ഡോർ ബെല്ല് റിങ് ചെയ്യുന്നത് കൂട്ട് എനിക്ക് തോന്നി. അതെങ്ങനെയാണ് കേട്ടതെന്ന് തന്നെ എനിക്കറിയില്ല, എനിക്കങ്ങനെ തോന്നി. അപ്പം നമ്മുടെ ഒരു ഫ്രണ്ട് ആ സമയത്ത് നാട്ടിൽ പോകുന്നുണ്ട്. താക്കോല് തരാൻ വേണ്ടിയിട്ട് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കലും എൻ്റെ ഫ്രണ്ട് വെളുപ്പാങ്കാലത്ത് വന്ന് താക്കോല് തരില്ല. പക്ഷേ എനിക്ക് സമയം വൈകിപ്പോയോ, അവർ വന്ന് ബെല്ലടിച്ചതാണോ എന്നുള്ളൊരു തോന്നലാണ് ആദ്യം വന്നത്. അപ്പം ഞാൻ വിനീതിനെ വിളിച്ചെഴുന്നേൽപ്പിച്ച് നമ്മൾ താഴെ എത്തി ഫ്രണ്ട് ഡോറിൻ്റെ അവിടെ ലൈറ്റ് ഇട്ട് നോക്കുന്ന സമയത്ത് അവിടെ ആരുമില്ല. പിന്നെ നമ്മുടെ ബാക്ക് ഡോർ ആണ് ഉള്ളത്. അപ്പോൾ ബാക്ക് ഡോർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കിച്ചൺ
ഡൈനിങ് ഏരിയ, അത് കഴിഞ്ഞിട്ടൊരു ഡെക്കാണ്. നമ്മുടെ ഡെക്കിലൊരു ഗസീബോ ഇട്ടൊരു റൂഫൊക്കെ വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കതൊരു റൂം പോലെയുള്ളൊരു ഫീലാണ്. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ആരും വന്ന് ബെല്ലടിക്കില്ലല്ലോ, നമ്മുടെ ബാക്കിലത്തെ കഥയിലല്ലല്ലോ ആരും ബെല്ലടിക്കേണ്ടത്. എന്നാലും വിനീത് ഞാനും കൂടെ പോയി ബാക്ക് ഡോറിൻ്റെ അവിടെ നമ്മുടെ ബ്ലൈൻഡ്സ് ഒക്കെ ഒന്ന് പൊക്കിയിട്ട് നോക്കി. അപ്പോൾ അവിടെ ആരുമില്ല. വീണ്ടും ഞാൻ ഫ്രണ്ട് ഡോർ നോക്കാൻ പോയി. ഇനി അവിടെ ലൈറ്റ് ഇട്ടത് കണ്ട് നമ്മുടെ ഫ്രണ്ട് തിരിച്ചു വന്നോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് വിനീത് സ്റ്റിൽ നമ്മുടെ ബാക്ക് ഡോറിൻ്റെ അവിടെയാണ്. അപ്പോൾ അതുവഴി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഏതോ ഒരു മനുഷ്യൻ നമ്മുടെ ബാക്കിൽ പെട്ടെന്ന് വന്നു. അപ്പോൾ വിനീത് ചോദിക്കുന്നുണ്ട്, ഇതാരാ നമ്മുടെ ബാക്കിൽ? ശരിക്കും അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ നമ്മുടെ വയറ്റിനകത്തുനിന്ന് നെഞ്ചിലോട്ടൊരു തീഗോളം പോലെ ഒരു വെപ്രാളമാണ് വന്നത്. ഏതോ ഒരു സ്ട്രേഞ്ചറാണ്. അയാൾ പ്രോപ്പർ ഒരു ജാക്കറ്റോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല, ഒരു ഹുഡി മാത്രമേ ഇട്ടിട്ടുള്ളൂ. നമ്മളോട് ചോദിക്കുന്നത് ഈസ് ദിസ് എയർബിഎൻബി? അയാളുടെ എയർബിഎൻബി 2 ഹൗസസ് എപ്പാർട്ടാണെന്നോ അങ്ങനെ എന്തോ ആണ് പറയുന്നത്. അപ്പോൾ എൻ്റെ ആ ഒരു വെപ്രാളത്തിൽ ഞാൻ പൊയ്ക്കോ ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞു. അയാൾ ഇറങ്ങി പോകുന്നത് കണ്ടു. പിന്നെ നമ്മൾ അയാൾ എങ്ങോട്ടാണ് പോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് മുകളിലത്തെ ജനലിൻ്റെ അവിടെ വന്ന് നിന്ന് നോക്കുമ്പം അയാൾ തിരിച്ചു വരുവാണ്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഞാൻ എൻ്റെ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം ഫോൺ ഇല്ലായിരുന്നു, അപ്പം നമുക്ക് അയാളുടെ പിക്ചർ ഒന്നും എടുക്കാൻ പറ്റിയില്ല. രണ്ടാമത്തെ പ്രാവശ്യം അയാൾ തിരിച്ചു വന്നിട്ട് നമ്മളോട് റോഡിൽ നിന്ന് വളരെ സൗണ്ടിൽ ഷൗട്ട് ചെയ്ത് എന്തൊക്കെയോ പറയുകയാണ്. അയാളുടെ വെപ്പൺ ഇല്ല, അയാൾക്ക് വേണ്ടി കതവ് തുറന്നു കൊടുക്കുന്നോ അങ്ങനെ എന്തൊക്കെയോ ആണ് പറയുന്നത്. അയാൾ ഡേഞ്ചറസ് അല്ല. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോൾ ഇയാൾ നമ്മുടെ ഫ്രണ്ട് ഡോറിൻ്റെ അവിടോട്ട് വന്നപ്പം നമുക്കൊരു പിക്ചറൊക്കെ എടുക്കാൻ പറ്റി. പിന്നെ ഞാൻ പോലീസിനെ വിളിച്ചു, കാരണം അയാൾ നമ്മുടെ അടുത്ത് ഷൗട്ട് ചെയ്യുവാണല്ലോ. പോലീസിനെ വിളിച്ചു. അവരിങ്ങോട്ട് പെട്രോളിങ്ങിന് ആളെ വിടാമെന്ന് പറഞ്ഞു. പോലീസ് ഓഫീസർ തിരിച്ച് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അവർക്ക് ഈ വന്നയാളുടെ ഫോട്ടോ എടുത്തതും അയച്ചു കൊടുത്തു. അപ്പം നമുക്ക് ആണുങ്ങളൊക്കെയുള്ള സമയമാണെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു സ്ട്രേഞ്ചറെയൊക്കെ കാണുമ്പം കതവ് തുറക്കാൻ ഒരു ടെൻഡൻസി കൂടുതലായിരിക്കും. കാരണം അവർ സ്ട്രോങ് ആണെന്നും അങ്ങനെ അവർക്ക് നേരിടാൻ പറ്റും എന്നും ഒക്കെ ഉള്ളൊരു തോന്നലുണ്ടായിരിക്കും. പ്ലീസ്, നിങ്ങൾ ലേഡീസ് ആണിത് കാണുന്നതെങ്കിൽ വീട്ടിലുള്ള ആണുങ്ങളോടും പറയുക, ഒരിക്കലും നമ്മൾ സ്ട്രേഞ്ചറിന് കതവ് തുറക്കരുത്. കാരണം അവർ എക്യുപ്ഡ് ആയിട്ടായിരിക്കും വരുന്നത്, നമ്മൾ ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരിക്കും. അവരുടെ കയ്യിൽ എന്തൊക്കെയുണ്ടെന്ന് അറിയില്ല. വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ട്, പ്രായമായവരുണ്ട്. പ്ലീസ് നിങ്ങൾ കതവ് തുറക്കരുത്. നിങ്ങൾക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോലീസിനെ വിളിക്കുക. ഇതിപ്പം നമുക്ക് പുറത്തു നിന്നൊരു സ്ട്രേഞ്ചറാണ്. ഇതേ ഇൻസിഡൻസ് പലരുടെ അടുത്തു നിന്നും ഞാനിത് ഷെയർ ചെയ്യുമ്പോൾ പലരുടെ അടുത്തു നിന്നും പലർക്ക് സംഭവിച്ചത് ഞാൻ കേട്ടു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ദൈവത്തെ ഓർത്ത് നമ്മൾ ഒരിക്കലും കതവ് തുറക്കരുത്. അവർ ഡേഞ്ചറസ് ആണെന്നോ അല്ലെങ്കിൽ അവർ നമ്മളെ ബോദർ ചെയ്യുന്നുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോലീസിൻ്റെ നോൺ എമർജൻസി നമ്പറിൽ വിളിച്ചിട്ട് ഇൻഫോം ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ഈവൻ 911 വിളിച്ചിട്ടാണെങ്കിൽ പോലും നമുക്ക് പറയാം, നമുക്കൊരു ത്രെറ്റ് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 911 വിളിച്ചിട്ട് നമുക്ക് പറയാം. അപ്പോൾ അവർക്ക് അത് അസസ് ചെയ്യാൻ പറ്റും ഇത് എമർജൻസി സിറ്റുവേഷൻ അല്ലാന്ന്. എന്നിട്ട് അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനും പറ്റും. സ്ട്രേഞ്ചറിൻ്റെ കഥയൊക്കെ പറഞ്ഞ് നമ്മുടെ വാഷ്റൂം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ടോയ്ലറ്റ് ഒക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ലൈസോളിൻ്റെ വെറ്റ് വൈപ്സ് ആണ് യൂസ് ചെയ്തത്. എന്നിട്ട് ആ ക്ലീൻ ചെയ്യുന്ന ബ്രഷ് ഇടുന്ന ആ ഒരു കണ്ടെയ്നർ ഉണ്ടല്ലോ, അതിനകത്തോട്ട് നമ്മുടെ ഏതെങ്കിലും നല്ല സെൻ്റ് ഉള്ള ഒരു സൊല്യൂഷൻ, ഞാൻ ആ മിസ്റ്റർ ക്ലീൻ്റെ സൊല്യൂഷനാണ് ഒഴിച്ചത്, എന്നിട്ട് വെക്കുക. അപ്പോൾ അത് ബ്രഷൊക്കെ നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതൊക്കെ കഴിഞ്ഞ് ഞാൻ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഇനി നമ്മുടെ വൈകുന്നേരത്തെ ഫുഡിൻ്റെ പരിപാടി. അപ്പോൾ വൈകിട്ട് അപ്പമാണ്. അപ്പത്തിന് ഞാൻ ഇന്നലെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ അത് പുളിച്ചു പൊങ്ങി വന്നപ്പം നമ്മുടെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. അത് ഇച്ചിരി കട്ടിയായിട്ട് വരുവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി പാലൊഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് മിക്സ് ചെയ്ത് പ്രോപ്പർ കൺസിസ്റ്റൻസിയിലോട്ട് ആക്കിയെടുക്കാം. അപ്പം ഞാനിത് രാവിലെ പുളിച്ചു പൊങ്ങി വന്നപ്പോൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇച്ചിരി കട്ടി കൂടുതലാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഇത്തിരി പാലൊഴിച്ചു കൊടുത്തത്. എന്നിട്ട് നമ്മൾ അപ്പം ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ അപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ മുമ്പും ഷെയർ ചെയ്തിട്ടുള്ളതാണ്. എന്നാലും ഇപ്പോഴും ചിലപ്പോഴൊക്കെ കമൻസ് വരാറുണ്ട്. ഞാൻ നമ്മുടെ യൂഷ്വൽ റെഗുലർ പച്ചരിയാണ് യൂസ് ചെയ്യുന്നത്. അതൊരു 2 കപ്പ് പച്ചരി രാവിലെ തന്നെ കഴുകി കുതിരാനിട്ടിട്ടുണ്ടായിരുന്നു. അത് വൈകുന്നേരം അരയ്ക്കുന്ന സമയത്ത് അതേ അളവ് പാത്രത്തിൽ തന്നെ ഒരു 1/4 കപ്പ് തേങ്ങാപ്പീരയും 1/4 കപ്പ് അവലും എടുത്തിട്ടുണ്ട്. അവലൊരു ഇത്തിരി വെള്ളം ചേർത്തൊന്ന് കുതിരാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു 1/2 കപ്പ് ചോറും കൂടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ഏത് ചോറും എടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഈസ്റ്റ് എടുത്തിട്ട് ഇച്ചിരി ലൂക്ക് വാം വാട്ടറിനകത്ത് പഞ്ചസാര ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. അപ്പം നല്ല ബബിളി ആയിട്ട് വരും. ഇതെല്ലാം കൂടെ ചേർത്ത് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ പാലപ്പമായിട്ട് കിട്ടും. ഇത് കണ്ടോ, നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പമാണ്. ഇതേ റെസിപ്പി ഫോളോ ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഈസ്റ്റൊക്കെ ഇട്ട് അരച്ച് വെക്കുന്നതായതുകൊണ്ട് ഫെർമെൻ്റ് ആയി വരാനും ബുദ്ധിമുട്ടില്ല. പിന്നെ ഈ ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും. നമ്മുടെ പാത്രം കാലിയാകുന്ന വഴി അറിയില്ല, അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്റ്റൂ ആണ്. അപ്പം ഞാനങ്ങനെ നമ്മുടെ ഫുഡൊക്കെ കഴിച്ചു. ഒരു ചെറിയ നാപ്പൊക്കെ എടുത്തിട്ട് ഇനിയിപ്പോൾ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് കാഷ്വൽ ഫ്രൈഡേ ആണ്, നമുക്ക് ജീൻസൊക്കെ ഇട്ട് പോവാം. പിന്നെ തണുപ്പാണ്, അല്ലെങ്കിലും എനിക്ക് എപ്പോഴും തണുപ്പാണ്. അപ്പം ഞാൻ അതിൻ്റെ കൂടെ ഒരു ജീൻസിൻ്റെ ജാക്കറ്റും ഒക്കെ ഇട്ട്
പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ നൈറ്റ് ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാത്രി 11 മണിക്കാണ്, രാവിലെ 7:15 വരെ. ഇന്നിപ്പോൾ ഫ്രൈഡേ നൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ട്യൂസ്ഡേ നൈറ്റ് വരെ കണ്ടിന്യൂസ് 5 നൈറ്റ് ഷിഫ്റ്റ് ആണ്. എല്ലാവരുടെയും സ്കെഡ്യൂളൊക്കെ അനുസരിച്ചിട്ട് എനിക്കിപ്പം നൈറ്റാണ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത്. നൈറ്റ് ടയറിങ് ആണെന്നുണ്ടെങ്കിലും നമുക്കൊരു പ്രോപ്പർ പ്ലാനിങ്ങും കുറച്ച് പ്രിപ്പറേഷൻസും ഒക്കെ ഉണ്ടെങ്കിൽ ജോലിയും വീടും ഒക്കെ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുമല്ലോ. നമുക്ക് പുതിയൊരു വീഡിയോയിൽ ഉടനെ കാണാം. എല്ലാവരും നല്ല സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.